ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ്. ചിക്ക് പീ സാൻഡ്വിച്ച് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണിത്. നല്ല ടേസ്റ്റിയുമാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഓൾസോ അതിനടുത്തുള്ള ബെൽ ഐക്കോൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഞാനിവിടെ 250 ഗ്രാംസ് വേവിച്ച വെള്ളക്കടല, അതായത് കാബുളി ചണയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഓവർനൈറ്റ് സോക്ക് ചെയ്ത് പ്രഷർ കുക്കറിൽ ഒരു 4 to 5 വിസിൽസ് വെച്ച് വേവിച്ചേക്കണതാണിത്. ഇത് ഒന്നില്ലെങ്കിൽ ഒരു ഫോക്കോ അല്ലെങ്കിൽ ഒരു മാഷറോ വെച്ച് നമുക്ക് മാഷ് ചെയ്ത് എടുക്കാം, അല്ലെങ്കിൽ ഒരു മിക്സി ജാറിലിട്ട് ഒരു 2 to 3 ടൈംസ് പൾസ് ചെയ്ത് എടുക്കാം നമുക്ക്. ഇപ്പൊ ഞാൻ മിക്സിയിൽ ഒരു 3 ടൈംസ് പൾസ് മാത്രം ചെയ്താണ് ഇത് എടുത്തേക്കണത്. ഇത് ഫൈൻ പേസ്റ്റ് ആവാൻ പാടില്ല, കുറച്ചൊരു കോസ്റ്റ്ലി വേണം ഗ്രൈൻഡ് ചെയ്ത് എടുക്കാനായിട്ട്. കുറച്ച് കടല അവിടെ ഇവിടെ മുഴുവനായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം ഇത് പൾസ് ചെയ്യാൻ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല ഫൈൻലി ചോപ്ഡ് സവാള, അതിനോടൊപ്പം കുറച്ച് ക്യാപ്സിക്കമാണ്. ആവശ്യത്തിന് ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും ചേർത്ത് നമുക്കിതെല്ലാം നല്ലോണം മിക്സ് ചെയ്യാം. അടുത്തത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 സ്പൂൺ മയണീസ് ആണ്. ഈ മിക്സ് നല്ലോണം ഒന്ന് ക്രീമി ആവാനും പിന്നെ ഒരു ബൈൻഡിങ് ഏജന്റുമായിട്ടാണ് ഞാൻ മയണീസ് ഉപയോഗിക്കുന്നത്. മയണീസ് ഇഷ്ടമല്ലാത്തവർക്ക്, ഇത് ചേർക്കണ്ടെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്റ്റെപ്പ് ഒമിറ്റ് ചെയ്യാം. മയണീസ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ലൈം ജ്യൂസ് ആണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പൊ നമ്മളുടെ സാൻഡ്വിച്ചിന്റെ ഫില്ലിംഗ് റെഡിയായി. സോ ഇതാണ് ഒരു ബേസ് ഫില്ലിംഗ്. നിങ്ങൾക്ക് ഇതിൽ എത്ര വേണമെങ്കിൽ വേരിയേഷൻസ് ചെയ്യാം. അതായത് വേണമെങ്കിൽ ഗ്രേറ്റഡ് ക്യാരറ്റ് ചേർക്കാം, ഇല്ലെങ്കിൽ കുറച്ച് കുക്ക്ഡ് ചിക്കൻ, ഷ്രെഡഡ് ചിക്കൻ ചേർക്കാം. സോ നിങ്ങളുടെ പ്രെഫറൻസ് അനുസരിച്ച് ഈ സ്റ്റഫിങ്ങിന് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇനി നമുക്ക് സാൻഡ്വിച്ച് അസംബിൾ ചെയ്യാം. ഞാനിവിടെ വൈറ്റ് സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തേക്കണേ. നിങ്ങൾക്ക് വീറ്റ് ബ്രെഡോ അല്ലെങ്കിൽ വേറെ ഏത് ബ്രെഡോ ഇഷ്ടം എന്ന് വെച്ചാൽ എടുക്കാവുന്നതാണ്. ഈ റെസിപ്പിക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾസോ നിങ്ങൾ സ്റ്റഫിങ്ങിൽ മയണൈസ് ചേർത്തിട്ടില്ലെങ്കിൽ ആദ്യം ബ്രെഡിൽ കുറച്ച് ബട്ടർ തടവിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഫില്ലിങ് വെക്കാം. ഈ സ്റ്റഫിങ് ഈസിലി ഒരു 1 to 2 days വരയ്ക്കും റെഫ്രിജറേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മളുടെ സാൻഡ്വിച്ച് റെഡിയായി. നിങ്ങൾക്ക് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ്. കടല സോക്ക് ചെയ്ത് വേവിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഏർലിയർ ആയിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു 5 മിനിറ്റ്സിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. ഈ ഫില്ലിങ് ബ്രെഡിന് പകരം വല്ല ചപ്പാത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും റാപ്പിന്റെ ഉള്ളിൽ വെച്ചും കഴിക്കാവുന്നതാണ്. നല്ല സ്വാദായിരിക്കും. അപ്പോൾ ഈ ഈസി സാൻഡ്വിച്ച് റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ അടുത്ത കിഡ്സ് പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയൽ ഫിംഗർ ഫുഡ് ആയിരിക്കും. നമുക്കിനി വേറൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.